Hey guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഈ വർഷം SSLCയിൽ എത്തിയ കുട്ടികൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. SSLC ട്യൂഷൻ ക്ലാസ്സുകൾ തുറക്കരുത് കർശനമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാകും. ശരിയാണ്, പലർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. കാര്യം അത്രമേൽ ചൂടാണ്. ഞാൻ ഓൾറെഡി ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ഒരാളാണ്. ഈ ട്യൂഷൻ സെൻറ്ററിൽ 5 AC കളുണ്ട്. 4 ക്ലാസ് റൂമുകളിലായിട്ട് 5 AC 210-ൻ്റെയും 1.5-ൻ്റെ 10-ൻ്റെ ഒക്കെ AC കൊണ്ടുവച്ചിട്ടും കുട്ടികൾക്ക് ചൂടിനെ എതിർക്കാൻ കഴിയുന്നില്ല. അത്രമേൽ ഒരു ക്ലാസ് റൂമുകൾക്ക് പോലും ആ ചൂടിനെ എതിർക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ആയതിനാൽ എന്തുകൊണ്ടാണെന്നറിയോ, ആ ക്ലാസ് റൂമിൻ്റെ മീൻസ് ചൂട് നമ്മുടെ വാർപ്പ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മുകളിൽ തട്ടിയിട്ട് അടിയിലേക്ക് അമ്മാതിരി ചൂട് വരികയാണ്. താങ്ങാൻ പറ്റാത്ത അത്രമേൽ ചൂട് താഴേക്ക് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ക്ലാസ്സുകൾ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സർക്കാരിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കിയേക്കാം എന്ന് സർക്കാർ മനസ്സിലാക്കി. സർക്കാർ തന്നെ ഒരു അവലോകന യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ തീരുമാനിച്ചത് ഇങ്ങനെയാണ്: മെയ് 6-ാം തീയതി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മെയ് 6-ാം തീയതി വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം. ആർക്കാണ് ഈ ക്ലാസ്സുകൾ വെക്കാറുള്ളത്? SSLCയിലെത്തിയ കുട്ടികൾക്കും അതുപോലെ തന്നെ +2-വിലെത്തിയ കുട്ടികൾക്കുമാണ് ഈ അവധി ഈ ഒരു ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. SSLCയിലെത്തിയ കുട്ടികൾക്കും +2-ലെത്തിയ കുട്ടികൾക്കും, ഈവൻ +1-ലേക്ക് കാലെടുത്ത് വെക്കുന്ന സയൻസ് കുട്ടികൾക്കും ട്യൂഷൻ സെൻ്ററുകളൊക്കെ ഇപ്പോൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് മെയ് 6-ാം തീയതി വരെ സ്കൂളുകളാണെങ്കിലും ശരി, CBSE-കളാണെങ്കിലും ശരി, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടണം. ഓക്കെ, പിന്നെ 11 മണി മുതൽ 3 മണി വരെ ക്ലാസ്സുകൾ ഇനി വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ. മറ്റേ NCC, SPC തുടങ്ങിയ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡുകളും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്നുമുള്ള കർശന നിയന്ത്രണമുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6-ാം തീയതി വരെ എന്തുണ്ട്, അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാർ, ഇതിൽ ട്യൂഷൻ അവധിയാണോ? എടാ, വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് ട്യൂഷൻ. പിന്നെ പലചരക്ക് കടയോ ബേക്കറിയോ കൂൾബാറോ റെസ്റ്റോറൻറ്റോ ഒന്നും അല്ലല്ലോ. സോ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ട്യൂഷൻ സെൻ്ററുകളും തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല. റെഡിയാണോ? സന്തോഷകരമായോ? എനിക്കതല്ല വിഷയം. ഞാൻ മെയ് 1-ഉം 2-ഉം MS അക്കാഡമിയിലുള്ള കുട്ടികൾക്ക് ലീവ് കൊടുത്ത്, എന്നിട്ട് ഞാൻ പറഞ്ഞു 3-ഉം 4-ഉം എക്സാമാണ്, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സാം രാവിലെ വന്ന് എഴുതി പോയാൽ മതി എന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ച ടൈം ടേബിളാണത്. പക്ഷേ എന്താണെന്നറിയില്ല, മെയ് 1-ഉം 2-ഉം കുട്ടികൾ വന്നില്ല. മീൻസ് അവധിയാണല്ലോ, അവർക്ക് സ്റ്റഡി ലീവാണ്. ഇന്നലെ 1-ാം തീയതി ഓൾറെഡി പൊതുവിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കുട്ടികൾ 10 മണിക്ക് ശേഷം ട്യൂഷൻ ഇരിക്കരുത്. ഞാൻ എന്താണോ മനസ്സിൽ പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. 10 മണിക്ക് ശേഷം ഇരിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് എക്സാം രാവിലെ എഴുതി പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എന്താണെന്നറിയില്ല, പ്രൊഡിക്ഷൻ്റെ മോനെ അതിൻ്റെ വീഡിയോ ഒന്നും ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും പറയുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട SSLC ഇപ്പോൾ കാലെടുത്ത് വെച്ച് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മൊബൈൽ നമ്പർ പോകുന്നത് കാണാൻ പറ്റും. SSLC ആണെങ്കിൽ നിങ്ങൾ അടിയിൽ കൂടി പോകുന്ന ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ. ഇനി കിട്ടിയില്ല എന്ന് പറയേണ്ട സാർ, 80 75 12 50 31 ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ SSLCയിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടുന്ന അടിപൊളി ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും ചീപ്പ് റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത്രയും ക്വാണ്ടിറ്റി കുറഞ്ഞ് ക്വാളിറ്റി കൂടിയ ക്ലാസ്സുകളാണ് MS സൊല്യൂഷൻ തരിക എന്ന് MS-നെ അറിയുന്നവർക്കറിയാം. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ മറ്റേ ആപ്ലിക്കേഷൻസിനെ വിളിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ കമ്പയർ ചെയ്യൂ. MS എന്താണ് പറയുന്നത്. MS-ൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കൂ, നിങ്ങൾ ലൈവ് പോയി നോക്കൂ. കഴിഞ്ഞ വർഷത്തെ SSLC നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള SSLC കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തത് ഏത് യൂട്യൂബ് ചാനലാണ് കൂടുതൽ ലൈക്ക് കിട്ടിയത്, വ്യൂസ് ഉള്ളത്, എവിടെയാണ് പോസിറ്റീവ് റെസ്പോൺസ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി. അതുകൊണ്ട് ഈ വർഷവും എൻ്റെ പ്രിയപ്പെട്ട SSLC കുട്ടികൾക്ക് അടിപൊളി ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കും MS സൊല്യൂഷൻ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.